ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അയ്യോ, അപ്പം നിങ്ങൾ എൻ്റെ പിരികം കണ്ടൊന്നും ഇട്ടേണ്ട. കാരണം ഇന്നലെ ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അപ്പോൾ ഉത്സവമായപ്പോൾ ഞങ്ങളാണെങ്കിൽ അമ്മ എനിക്ക് പിരിക എഴുതാന്നു. അതാണ് ഇങ്ങനെ ഇരിക്കുന്ന പിരികം. ഞാൻ എത്ര കഴിഞ്ഞിട്ടും പിരികം പോയില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ കിടക്കട്ടെ എന്ന് കരുതി വീഡിയോ എടുക്കാൻ തുടങ്ങി. അപ്പോൾ എന്താ വീഡിയോ എന്ന് വെച്ചാൽ നെയിൽ ഹാക്കാണ്. ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ ഒരു ചേച്ചിയാണെങ്കിൽ സെക്കൻഡ് കോട്ട് ഫസ്റ്റ് കോട്ട് ഇടുന്നത് കണ്ടപ്പോൾ എനിക്കൊരു കൊതി തോന്നി. പക്ഷെ ഉണങ്ങണം, കുറേ നേരം എടുത്ത് ഉണങ്ങണം. അതുകൊണ്ട് ഇച്ചിരി പാടാണ്. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഷോർട്സ് ആയിട്ടിടും. ഞാൻ എടുക്കുന്നത് ഇത് ബ്രാൻഡ് ചെയ്ത ക്യൂൺ മിനിയുടെ ഒരു നെയിൽ പോളിഷാണ്. ഇത് വെച്ചാണ് ഇതിന് 20 മില്യൺ നെറ്റ് ഉണ്ട്. അങ്ങനെയൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാനൊന്നും പറയുന്നില്ല. നിങ്ങളുടെ നേരെ വീട്ടിലോട്ട് പോകാം. പക്ഷെ ഉണങ്ങുമ്പോൾ നിങ്ങൾ വിചാരിക്കും ബോറടിച്ചിരിക്കുന്നു. പക്ഷെ ഞാൻ നിങ്ങളൊരു കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം. അല്ല, നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുമോ? വേഗം ചെയ്യണം. നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാം ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാൻ കഴിഞ്ഞ മൈലഞ്ച് എങ്ങനെ ഉണ്ട് ഇതിനകത്ത് സ്വയം വിട്ടത് കേട്ടോ. അങ്ങടെ ചേച്ചി പറഞ്ഞ അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഇടുകയാണ്. ഫസ്റ്റ് കോട്ട് നമ്മൾ ഇടുകയാണ്. അത് നമുക്ക് ഫസ്റ്റ് കോട്ട് സെക്കൻഡ് കോട്ട് നമുക്ക് ഇടാം. ഓക്കെ, ഞാൻ ഈ കയ്യിലാണ് ഇടുന്നത്. ഈ കയ്യിൽ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കയ്യിൽ നമുക്കിടാം. അപ്പം ഞാൻ ഹെൽപ്പറിനെ വിളിച്ചാലോ? ചൈത്രേ, എൻ്റെ കയ്യിൽ ഫസ്റ്റ് കോട്ട് സെക്കൻഡ് കോട്ട് ഇട്ട് തരും. എത്ര കോട്ട് ഇടണം? സെക്കൻഡ് കോട്ട് അല്ലെങ്കിൽ സെക്കൻഡ് കോട്ട് ഇട്ടോ. ചൈത്രയുടെ വൈറ്റ് ഡ്രസ്സാണ് കേട്ടോ. വേഗം വീട് ഏതാണ്ട് ഇത് ഉണങ്ങാറല്ല. അപ്പം എനിക്ക് ഇട്ട് തരും. അങ്ങനെ നിങ്ങളിത് ഇട്ട് കഴിഞ്ഞാൽ കുറേ കുശിയൊക്കെ ചെയ്യും. എനിക്ക് കിട്ടിയത് എവിടെ നിന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ എന്ന് വെച്ചാൽ എൻ്റെ അമ്മൂമ്മ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ എനിക്കിത് കൊണ്ട് തന്നതാണ്. അത് വലിയ കാര്യം ഒരു ഇതായിട്ട് പറയുന്നേ ഉള്ളൂ. അപ്പം ഞാൻ തന്നെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുകയാണ്. ഇന്നലെ മാല ഇട്ടപ്പോൾ എനിക്ക് ഇവിടെയൊക്കെ ചൊറിയാൻ തുടങ്ങി. ആ മാല ഇത് കെമിക്കൽസ് ഇതൊക്കെ പ്രശ്നമാണെന്ന് കരുതി മാലയൊക്കെ ചൊറിയാൻ തുടങ്ങിയപ്പോൾ ഞാനത് ഗോൾഡിൻ്റെ ചൊറിയാൻ തുടങ്ങി. ഞാൻ ഇന്നലെ ചുമ്മാതെ ഉത്സവമൊക്കെ കഴിഞ്ഞ് ഇന്നലെ ചുമ്മാതെ നിന്നിട്ട് എനിക്ക് ചൊറിയാൻ തുടങ്ങി. ഇന്നലെ തിരുവാതിര ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം വിഷമിച്ചിരുന്നു തിരുവാതിര കണ്ടപ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ എല്ലാവരും തിരുവാതിര. അപ്പം ഞങ്ങളുടെ അമ്പലത്തിൽ ഞങ്ങളല്ലേ തിരുവാതിര കളിക്കുന്നത്. അപ്പം ഞങ്ങൾ അവരെക്കുറിച്ച് കുറേ കുറ്റമൊക്കെ പറയാൻ തുടങ്ങി. ഒരു പട്ടിശോ കാണിക്കുക എന്നൊക്കെ പറഞ്ഞു. നൊസ്റ്റാൾജി അതൊക്കെ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ നൊസ്റ്റാളജി അടിച്ചിരിക്കുകയായിരുന്നു. എങ്ങനെയുണ്ട്? നൊസ്റ്റാളജി അടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഈ നൊസ്റ്റാളജി ഒരുപാട് ഇഷ്ടമാണ്. മറ്റുള്ളവരെയും കുറിച്ച് ഇങ്ങനെ കുറ്റം പറയുക, എന്നെ കുറിച്ച് കുറ്റം പറയും. പക്ഷേ എനിക്ക് തൊണ്ടയിൽ ഇപ്പം ചെറുതായിട്ടൊരു കിച്ച് ഉണ്ട്. വിക്സ് പേപ്പർ കഴിക്കൂ, കിച്ചകറ്റോ. കാരണം ഇന്നലെ 1 മണി 2:30 ആയപ്പോഴൊന്നും കിടന്നു. 2:30 ചൈത്രയൊക്കെ നേരത്തെ ഉറങ്ങി. ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ തിരുവാതിരയൊന്നും കാണാതെ കിടന്നുറങ്ങി. ഞാനാണെങ്കിലോ അതിനുറങ്ങാൻ കാരണം വയ്യാഞ്ഞിട്ടാണ് ഉറങ്ങാണ്. ഈ തിരുവാതിരയൊക്കെ കുറേ ഒരു പട്ടിഷോണ്. ഞങ്ങൾ തിരുവാതിര കളിക്കാൻ പോവാണ്. ദേഷ്യം വരും അത് കാണുമ്പോൾ. അതുകൊണ്ട് ഞാൻ അവരുടെ മുന്നിൽ കുനിഞ്ഞെഴുതി നടന്നു. പിന്നെ ഇന്നലെ ഒരു സംഭവം നടന്നേ. അമ്പലത്തിൻ്റെ ഗേറ്റിൻ്റെ അവിടെ വെച്ച് ഒരു കൊച്ചാണെങ്കിൽ തിരുവാതിര കളിക്കുമ്പോൾ ആ താളത്തെ തുള്ളി തുള്ളി കളിക്കുന്നവന് ആ പാട്ട് കളിച്ചപ്പോൾ ഒരു കൊച്ചാണെങ്കിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ കൊച്ച് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഉണങ്ങട്ടെ. അപ്പോൾ ആ കൊച്ച് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കൊച്ച് ഡാൻസ് കളിച്ചപ്പം ഒരു ആൻറ്റി ആ കൊച്ചിന് തള്ളിയിട്ട് ഒരു വയസ്സിന് ആൻറ്റി. എന്നിട്ട് ആൻറ്റി മൈൻഡ് പോലും ചെയ്യുക. അതൊക്കെ ചിരിച്ചുകൊണ്ട് കളിക്കുന്നു. എനിക്ക് നല്ല വിഷമം തോന്നി. ഞാനും ഞങ്ങളെല്ലാവരും കൂടി പോയി കൊച്ചിനെ പൊക്കിയെടുത്ത്. അങ്ങനെ ആ കൊച്ചിന് മുറിവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മുട്ടൊക്കെ ഇവിടെ ഇത്രയും വരഞ്ഞു.
ശരിക്കും ആണെങ്കിൽ ചുണ്ടില് ഇത് ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളോട് കുറേ കാര്യങ്ങൾ പിന്നെ എല്ലാവരും ഉണങ്ങുമ്പോ ചുണ്ടിൽ ടച്ച് ചെയ്ത് ഉണങ്ങുമ്പോഴേ ചുണ്ടി ടച്ച് ചെയ്യണം ഉണങ്ങുമെന്നറിയാനായിട്ട് പെട്ടെന്ന് അങ്ങ് ടച്ച് ഇട്ട് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞില്ല അപ്പോൾ തന്നെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കരുത്. അയ്യോ എൻ്റെ ഈ വിരൽ ഉണങ്ങി, എൻ്റെ ഈ വിരലാണെങ്കിൽ അയ്യോ അത് ഉണങ്ങിയില്ലായിരുന്നു. സരല സെക്കൻഡ് കോട്ടിട്ടു. ഞാനാണെങ്കിൽ നെയിൽ പോളിഷൊക്കെ ഇടാൻ നേരത്തെ ഞാൻ ചൈത്രയോടാണ് പറയുക. അപ്പം ഞാൻ ചൈത്ര കാണിക്കട്ടോ. ചൈത്ര ഓടിയാ പോയി. ചൈത്രക്ക് ക്യാമറ കാണാൻ പേടിയാ. ചൈത്രക്ക് എന്താ പറയുക, ക്യാമറ കാണുന്നത് എന്തിനാണ് പേടിക്കുന്നത്? അറിയത്തില്ല. അപ്പോൾ ഗൈസ് ഇത് ഉണങ്ങാൻ ഇനി കുറേ നേരം എടുക്കും. അപ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ അപ്പം നിങ്ങൾ വിചാരിക്കുന്ന മേൽ കാണുന്ന ഫോട്ടോ ചെയ്താണ്. ഇടയ്ക്ക് AC ഇട്ടേക്കുമല്ലോ, കഥ അടയ്ക്കില്ല. അപ്പോൾ നമ്മൾ ഇത് എക്സ്പ്രഷൻ കണ്ട് എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ ചോക്ലേറ്റ് കഴിക്കാൻ പോകും. അവൾ ചോക്ലേറ്റ് കഴിക്കാൻ പോകും. അപ്പോഴത്തേക്കും നമുക്ക് എന്താ ഉണങ്ങുന്നവരെ കുഷിക്കാം. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഞാൻ ബേബി ക്രീം വാങ്ങാൻ പോയി. അപ്പോൾ ബേബി ക്രീം ഇന്നലെ വാങ്ങാൻ പോയല്ല, എൻ്റെ അമ്മൂമ്മ ദുബായിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടു തന്നു. അത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ചാടിക്കറി ആർച്ച ചേച്ചി എല്ലാവരും വന്ന് ആർച്ച ചേച്ചിയൊക്കെ വന്ന്. ആർച്ച ചേച്ചിക്ക് എല്ലാവരെയും ഒരുക്കുന്ന ഇഷ്ടം, എനിക്കും ഇഷ്ടമാണ്. ഇങ്ങനെ എല്ലാവരെയും ഒരുക്കുമ്പോൾ നമ്മൾ സ്വയം പോകും. അതിൻ്റെ ഞാൻ എന്തൊരു കലാകാരിയാന്നൊക്കെ പറഞ്ഞു. അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. തൊണ്ട പോയിരിക്കുക കേട്ടോ. അപ്പം ഞങ്ങൾ ഇതേണ്ടി ഈ ഫോട്ടോൻ്റെ ഫേവറേറ്റ് ഫോട്ടോയാണ്. എനിക്ക് ഒരെണ്ണം എടുത്തോണ്ട് തടി കഷ്ടമുണ്ടടി. ചോക്ലേറ്റ് കഴിക്കാൻ പോയി. ആ ചോക്ലേറ്റ് ഒന്ന് ഇവരെ കാണിക്കട്ടെ പ്രേക്ഷകരെ. അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണിച്ചാൽ മതി. അടുത്ത വീഡിയോയിൽ അല്ല, എനിക്കറിയാം കേട്ടോ. എനിക്ക് വല്ലതും ഇങ്ങനെ ആക്കുന്ന ഒരുപാട് ഇഷ്ടം. ഞാനിപ്പോൾ എന്താ അങ്ങനെ പറ്റിച്ചെന്ന് പറയാ, ഇത്ര തന്നെ പ്രാങ്ക് ചെയ്തതാണ്. ബാക്ക് ക്യാമറ എടുക്കട്ടെ. നോക്ക് അവളുടെ നേരിൽ മാത്രം. അവൾ ഇതുവരെയ്ക്ക് പണ്ടൊക്കെ നന്നാക്കിയിട്ട് ക്യാമറ വരായിരുന്നു. ഒരു ദിവസം ഞാൻ ഇവിടെ പറ്റിച്ചു. ഇവള് പല്ലൊക്കെ തേച്ച് അവിടെ നിൽക്കുമായിരുന്നേ. ഞാൻ പറഞ്ഞു എന്നെ ഒരു സ്റ്റെപ്പ് പഠിപ്പിക്കട്ടെ. ഫോണാണെങ്കിൽ ഞാൻ നെഞ്ചത്ത് ഇങ്ങനെ വെച്ചേക്കാം, അറിയത്തില്ലല്ലോ എടുക്കുവാണെന്ന്. അപ്പോൾ ഞാനിങ്ങനെ നെഞ്ചത്ത് ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു. ഇവളാണെങ്കിൽ ഡാൻസൊക്കെ എന്നെ കളിച്ച് കാണിച്ചു. ഞാനാണെങ്കിൽ അത് ഷോർട്സ് ആയിട്ട് ഇട്ട്. ഇവളാണെങ്കിൽ എന്തോ ആട് കാണിച്ചിട്ട് സൂപ്പറൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്ന് കരയുമായിരുന്നു. കരച്ചിൽ മഴയായിരുന്നു. ഞാനപ്പോൾ ഉണങ്ങിയാൽ നോക്കട്ടെ. ഇതുണങ്ങി. ആ സെക്കൻഡ് കോട്ടിട ഉണങ്ങി. നിങ്ങളോടൊക്കെ കുഷിക്കുന്ന സമയത്ത് എനിക്കൊന്നും ഓർമ്മ കിട്ടത്തില്ല. ചോക്ലേറ്റ് തിന്നോള് കൊതിയായിരുന്നു കണ്ടിട്ട്. അപ്പോൾ കുറച്ച് നേരം കൂടി സംസാരിക്കാണ്ട് വേഗം ഇട്ടാടി. കഷ്ടമുണ്ട്. 1 മിനിറ്റ്. അപ്പം ഞാൻ തന്നെ ഇട്ടോളാവേ. അപ്പം ഞാൻ ഇടാൻ പോവാണ്. അപ്പം ഞാൻ ക്യാമറ അടച്ചാടി വെച്ചിട്ടുണ്ട്. അമ്മേ എനിക്ക് ഈ കാലത്ത് ഇടാൻ പാടില്ല. അല്ല, ഇത് ഉണങ്ങി കഴിഞ്ഞില്ലേ? 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. എന്തുവാടി അങ്ങനെയൊന്നുമില്ല. ഞാൻ ആ ഹാക്കി കണ്ടപ്പോൾ അവർ ഉണങ്ങിക്കഴിഞ്ഞിട്ടതാണ്. ഉണങ്ങിക്കഴിഞ്ഞു ഗായ്സ് എന്നൊക്കെ പറഞ്ഞ് അവരിട്ടതാണ്. സെക്കൻഡ് കോട്ട് നല്ല സോഫ്റ്റ് ആയിട്ട്. ഫസ്റ്റ് കോട്ട് നമുക്ക് മേടിക്കണം. ഞാൻ അതിൻ്റെ കുറേ കാലത്ത് ആഗ്രഹമാണ്. വൈറ്റ് കളർ, ഈ റെഡ്, പല കളറുണ്ട്. വൈറ്റ് കളർ മേടിക്കാം. വേറൊരു സ്റ്റൈലില് ഞാൻ നെയിൽ പോളിഷ് ഇടാമെന്ന് കരുതി. അപ്പോൾ ആർച്ച ചേച്ചിയൊക്കെ എൻ്റെ വീഡിയോയ്ക്ക് കാത്തിരിക്കുമായിരുന്നു കേട്ടോ. കാത്തിരുന്ന് കണ്ണൊക്കെ കഴിച്ചു. കണ്ടേ, കാത്തിരുന്ന് കണ്ണ് കഴിച്ചു. കണ്ണ് കാട്ടുന്നു ചമച്ചു.
എനിക്ക് ഈ നെയിൽ പോളിഷ് ഇടുമ്പോൾ ഞാൻ എന്തെങ്കിലും പതുക്കെ പാട്ട് പാടും. എനിക്ക് അതെല്ലാവർക്കും ഉള്ള എനിക്ക് അങ്ങനെ ഒരു വീക്ക്നെസ് ഉണ്ട്. ഞാൻ ആരെയും കുറിച്ച് സുചിമയുടെ മോൾക്ക് അങ്ങനെയൊക്കെ പറയുന്നത്. അതുപോലെ ആർദ്രയ്ക്ക് എന്തൊരു ജാടയായിരുന്നു. എന്താ വെച്ചാൽ എൻ്റെ സ്കൂളിലൊരു കൊച്ചാണ്, ആ കൊച്ചിന് എന്തൊരു ജാടയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കും. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എല്ലാവരും എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഇതാക്കണം, കൃഷ്ണപ്രിയ എന്നടിച്ചു കൊടുത്താലേ എനിക്ക് കിട്ടും. ഞാൻ ഇപ്പുറത്തെ സൈഡിൽ എൻ്റെ അച്ഛൻ്റെ കൂടെയോ അമ്മയുടെ കൂടെയോ ഞാൻ നിൽക്കുന്നു. തല പോണിറ്റൈൽ രണ്ടുപേരും എൻ്റെ ഫേസുള്ളൊരു കുട്ടി അവിടെ നിൽപ്പുണ്ടായിരിക്കും. ആ കുട്ടി ഞാനാണ്. ഇൻസ്റ്റാഗ്രാമിലെ DP ഞാൻ മാറ്റാൻ തീരുമാനിച്ചു. DP എന്ന് വെച്ചാൽ ഞാനും അമ്മയും ചൈത്രയും നിൽക്കുന്നതാണ്. അച്ഛൻ ഗൾഫിലാണല്ലോ, പക്ഷേ നമുക്ക് ആ DP മതിയല്ലേ, എന്തിനാ പക്ഷേ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫസ്റ്റത്തെ സാരി റെഡിയായി. ഫസ്റ്റത്തെ സാരിയോ ചോക്ലേറ്റിന്റെ കവറിലെ ഡിസൈൻ കൊടുത്ത് ഇതിന്റെ സാരി ഇങ്ങനെ ചോക്ലേറ്റ് ഞങ്ങൾ തിന്നുമ്പോൾ ആ ഡിസൈൻ കാരണം ഇവിടെ ഒരു മിനിറ്റ് അതുപോലത്തെ ഡിസൈൻ ഉള്ളത്. ഇതെങ്ങനെ ഉണ്ടാവും? എനിക്ക് ഇന്ന വേണം. ഇനി പോളിച്ചിൻ്റെ മണം കേൾക്കുമ്പോൾ എനിക്ക് ഇവിടെ എന്തോ പോലെ ഛർദ്ദിക്കാൻ പറ്റില്ല, നോക്കാനിക്കാൻ പറ്റും. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ നിങ്ങൾ ശ്രദ്ധിച്ചോ, അതും കൂടി ഇന്നേബിൾ ചെയ്യണം കേട്ടോ.